നമർ അയാ മജ്ഗർ ബൈ സിറ്റി വലിയണ്ടി വാർത്തകൾ വായിക്കുന്നത് ആസ്കൃതന് പ്രധാൻജി ബാർത്താജി ഹേ കൊറോണ വീണ്ടും ചൈനയിൽ, അതായത് കൊറോണ വേറൊരു പേരാണ് ഇപ്പോൾ വന്നത്. ഇപ്പോൾ ചൈനയിൽ ഇങ്ങനെ പടരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. മാതൃഭൂമി ന്യൂസ്, 24 മനോരമയിൽ വന്നു പോകുന്നു. അപ്പോൾ ഞാൻ ഈ കേരളത്തിലുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി. കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം ഇവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരുപാട് ആൾക്കാരോട് ചോദിച്ചു കൊറോണ വരുന്നുണ്ട്, എല്ലാവരും ജാഗ്രത പാലിച്ചു. അപ്പോൾ അവർ പ്രതികരിച്ചതെന്ന് അറിയാം നിങ്ങൾ, കൊറോണയല്ല അതിൻ്റെ അപ്പുറം വന്നോട്ടെ, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ മാസ്ക് ഇടൂല, നമ്മൾ വീട്ടിലും കുത്തിയിരിക്കില്ല, നോർമലിസ്റ്റ്, അതായത് സാധാരണ എങ്ങനെയാണ് ജനങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങൾ നടക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊറോണ വന്നപ്പോൾ സർക്കാർ പേടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു. ഇപ്പം മരിച്ചുകൊണ്ടേയിരിക്കുക. ഇഞ്ചക്ഷൻ വെച്ചിട്ട് 3 ഇഞ്ചക്ഷൻ വെച്ചാലുള്ള കാര്യം ഏകദേശം തീരുമാനമായി കേട്ടോ. കാരണം അയ്യൂർ ഒരു ചെറുപ്പക്കാർ 40 വയസ്സേ ഉള്ളൂ, ഒരു അസുഖവുമില്ല, എറണാകുളത്ത് ഉറങ്ങിയതാണ് രാത്രി, നേരമ്പലത്തേക്കുമ്പോൾ ബോധമില്ല, ആൾ പോയിന്. ഇപ്പോൾ ഇന്നലെ മെഞ്ഞാൻ തന്നെ വെല്ലാണിപ്പടിയിൽ ഒരു അറ്റാക്ക്, ഒരു അസുഖവുമില്ല. അങ്ങനെ എത്ര ചെറുപ്പക്കാർ ഇങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുക. മന്ത്രിമാരുടെ പഞ്ചായത്ത് അന്നെല്ലാം പിടിച്ചുകൊണ്ടേറ്റ കൊറോണേനെ ഇഞ്ചക്ഷൻ വെപ്പിച്ച്. ഇപ്പോൾ എല്ലാം കാലം മാറി. പ്രധാനമന്ത്രീൻ്റെ ഫോട്ടോ കണ്ടിരുന്നു, ഈ വാക്സിൻ്റെ എല്ലാ പമ്പിലും കണ്ടിന്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഇല്ല, അവൻ ഒളിച്ചോടി. കാരണം അവനൊന്നും ഇഞ്ചക്ഷൻ വെച്ചിട്ടില്ല. പ്രധാനമന്ത്രി ഇഞ്ചക്ഷൻ വെക്കുന്ന ആക്ഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നീടുള്ള വീഡിയോ വന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കൊറോണൻ്റെ പേരിൽ ഒരുപാട് കോടികൾ സമ്പാദിച്ച കൂടി സർക്കാർ. അയാൾക്ക് വേണ്ടി, അവരെ പോക്കറ്റിലേക്ക് വേണ്ടി, അല്ലാണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടില്ല. അവർ കട്ടുമുടിച്ച് ചുരുക്കി പറഞ്ഞാൽ. ഇനിയും കൊറോണ വരികയാണെങ്കിൽ ജനങ്ങൾ പറയുന്നു വന്നോട്ടെ, ഞങ്ങൾക്കൊരു പേടിയുമില്ല, ഇഞ്ചക്ഷനും വെക്കുന്നില്ല. ഇപ്പം പറയുന്ന ഇഞ്ചക്ഷൻ വെച്ചാൽ നമ്മൾ അതായത് ഞങ്ങളാരും നിർബന്ധിച്ചിട്ടല്ല ജനങ്ങൾ ഇഞ്ചക്ഷൻ വെച്ചെന്ന് പറയുന്നത്. ഞാൻ പറയുന്നു അന്നേലും പിടിച്ചുകൊണ്ടായിട്ടേ വെച്ച ഇഞ്ചക്ഷൻ. എനിക്ക് കൊറോണ വന്നതിന് എന്നാലും ഗൾഫിൽ പോകുന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് ഒരു ടെസ്റ്റ് ഇഞ്ചക്ഷൻ, മറ്റേത് അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ, ഗൾഫിൽ നിന്ന് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് അവനെ വീട്ടിൽ കയറ്റൂല, മറ്റേ വീട്ടിൽ കയറ്റൂല. ഇവിടെ പ്രവാസികളുണ്ടായിട്ട് അവിടെ കേരളം മുന്നോട്ട് പോകുന്നത് എല്ലാമെന്ന് പറയുന്നുണ്ട്. എന്ത് കൃഷിയാണ് ഇവിടെ ഉള്ളത്? ഞാൻ പാലക്കാടുകാരനോട് വെച്ച് കയറും, നിൻ്റെ നാട്ടിലെന്താ കൃഷി? അപ്പോൾ ഓനെന്താ പറയാം, ഓൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഈ ലൈവ് പറയാൻ പറ്റാത്തൊരു സംഗതിയാണ്. അതാ കൃഷി എന്ന് പറഞ്ഞാൽ. വേറെ ഒരു കൃഷിയില്ല. ലോട്ടറിയും കള്ളവും അല്ലാണ്ട് കേരളത്തിൽ എന്തെന്നാ കച്ചവടമുള്ള ബിസിനസ്സുള്ള ഗവൺമെൻറ് നിലനിൽക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രവാസികളെ ഫണ്ടല്ലേ, പ്രവാസികൾ ഒരു 50 ലക്ഷം ഉറുപ്പ്യൻ്റെ വീടെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ 10 ലക്ഷം ഉറുപ്പ്യ സർക്കാരിനാണ്. GST, CST, KGST, സെസ്, മറ്റേത് മണ്ണാങ്കട്ട, എല്ലാ പൈസയും സർക്കാരിന് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഒരാൾ ദിവസം 1000 ഉറുപ്പ്യൻ്റെ കൂലിപ്പണി എടുത്തിട്ട് അതായത് എനിക്കെല്ലാം 800 ഉറുപ്പ്യ 900 ഉറുപ്പ്യ, അതിനപ്പുറം ശമ്പളം ആരും തരുകയില്ല. അപ്പോൾ 1000 ഉറുപ്പ്യ തന്നെ കൂട്ടിക്കോ, 1200 കിട്ടുന്നതാണ്ട് 1500 കിട്ടുന്നതാണ്ട് ഓക്കെ. നോർമൽ 1000 ഉറുപ്പ്യ ഓൻ എങ്ങനെ ജീവിക്കും? ഓൻ കരി വാങ്ങണം, മീൻ വാങ്ങണം, പച്ചക്കറി വാങ്ങണം, അനാദി വാങ്ങണം, സ്കൂൾ ഫീസ്, വണ്ടി ചാർജ്, ഇലക്ട്രിസിറ്റി, കറണ്ട് സിറ്റി, എന്ത് സിറ്റി, മണ്ണക്കട്ട സിറ്റി, വീട് വാടക, അങ്ങനെ എങ്ങനെ ജീവിക്കുക? ഓൻ പട്ടിണിയിലൊക്കെ പോവുക. അതേസമയത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരോ ഒരു പണിയെടുക്കാണ്ട് ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഒരു പണിയെടുക്കാണ്ട് ശമ്പളം വാങ്ങുന്നത് എത്ര പേരുണ്ട്? എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. ഒരു പണിയെടുക്കാതെ. ഇതിൻ്റെ ഇടയ്ക്ക് ന്യൂസിലും വന്നു മാസത്തിൽ 10 ദിവസം പണിക്ക് പോകും, ഓൻ്റെ ശമ്പളം 10 ലക്ഷം ഉറുപ്പ്യ. അവരെ പുറത്തൊക്കെ പെൻഷനോ ദുനിയാവില്ലാതെ പെൻഷൻ. ഒരു MLA ആയിട്ട് 5 കൊല്ലം ഭരിച്ചിട്ട് ഓനക്കും പെൻഷൻ. ഓൻ MLA പിന്നെയും ഭരിച്ചിട്ട് പിന്നെയും വന്നിട്ട് ഡബിൾ പെൻഷൻ. അത് പഞ്ചാബിലോട്ട് പറഞ്ഞിട്ട് കഥയിലെടുത്ത് പോയി. പെൻഷനെ കൊണ്ട് ഏറും കളിയാവർ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അതായത് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചൈനയിൽ ഇപ്പോൾ ഡോക്ടർ തന്നെ അറിയിക്കുന്നുണ്ട്. ആര് രജനീൻ്റെ ഒരു സിനിമയില്ല, ഏത് സിനിമേനപ്പം ഇത് ഡ്യൂപ്ലിക്കേറ്റ് മനുഷ്യന്മാർ ഈ ആവശ്യത്തിന് ബാക്കി കിട്ടുകയില്ല. എന്താ ചെയ്യാം? അവർ ഡോക്ടർ, അവർ ഹോസ്പിറ്റൽ, അതായത് 24 മണിക്കൂർ ഡ്യൂട്ടി. അവർക്ക് ശമ്പളം വേണ്ട, കിമ്പളം വേണ്ട, കോമ്പളവും വേണ്ട. അവർ മനുഷ്യ ഡോക്ടർമാരെ പോലെ അതിനേക്കാൾ പവർ കൂടുതലായിട്ട് അവർ രോഗികളെ ചികിത്സിക്കുന്നു. ഇപ്പോഴത്തെ ഡോക്ടർ എങ്ങനെയാണ് കാണിച്ചാൽ പറയും, ആദ്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈയിൻ്റെ നേരെ പൾസ് പിടിച്ചിട്ട് രോഗം പറയും. ഇന്നോ
ഡോക്ടറെ എത്തും പിന്നെയും അത് ടെസ്റ്റ് ഇത് ടെസ്റ്റ് രക്ത ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് എല്ലാം കൂടി ടെസ്റ്റിൻ്റെ സംസ്ഥാന സമ്മേളനം കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത്. കേരളത്തിൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എണ്ണം കൂടി വരികയല്ലാണ്ട് രോഗികളുടെ എണ്ണം കുറയുന്നില്ല. അതാണ് നമ്മുടെ കേരളം. എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതവിടെ സ്റ്റക്കായ കേരളത്തിൽ അങ്ങനെ ഹോസ്പിറ്റലിൻ്റെ എണ്ണം കൂടാന്നില്ലാണ്ട് രോഗികളുടെ എണ്ണം കുറയുന്നില്ല. 3.5 കോടി രോഗികൾ ഇപ്പോൾ രോഗിയാണ്. ഡോക്ടർ പറയുന്നത് പച്ചക്കറി കഴിക്കണം. ഞാൻ പറയുന്നത് പച്ചക്കറി കഴിക്കരുത്. എന്തുകൊണ്ട്? പച്ചക്കറി ബേസ. എനിക്കറിയാം തമിഴ്നാട്ടിൽ. ഞാൻ ചോദിക്കുകയും ചെയ്തിട്ട് ഇതെല്ലാം ബേസല്ലടോ. അന്നേരം അവർ പറഞ്ഞെന്ന് പറയാം ഇതല്ല കേരളത്തിലേക്ക് ആയിരിക്കും, നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ എന്താ മനസ്സിലാക്കണ്ടേ? കേരളത്തിൽ അണ്ണന്മാരില്ലേ? ഞങ്ങൾ പീടിയിൽ നിന്ന് കറിവേപ്പില വാങ്ങുന്നത് വലിയ ഇലവാക്കിയിട്ടാണ് വാങ്ങുക. പക്ഷേ അണ്ണന്മാർ വാങ്ങുന്നത് ചെറിയ ഇലവാക്കിയിട്ടാണ് വാങ്ങും. എൻ്റെ വീട്ടിൽ എത്ര കച്ചറുള്ള സ്ഥലം വളമുള്ള സ്ഥലമാണെങ്കിലും കറിവേപ്പില ഇല ചെറുതായിരിക്കും, അത് ഒറിജിനലാണ്. മറ്റുള്ള ഇല വണ്ണം വെക്കുന്നത് എങ്ങനെയാണ്? മരുന്നും വില. പിന്നെ എന്തെന്നാ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോയിൽ ഒരു വെണ്ടക്ക ഒരു പക്ഷി തിന്നുന്നു, പക്ഷി ചാകുന്നു. വിഷം കൊടുത്ത് പൈസ കൊടുത്തിട്ട് വിഷം പങ്കുന്ന നാടാണ് നമ്മളെക്കിടം അല്ലേ? ഇങ്ങനെ പോലെ നമ്മളെങ്ങോട്ടാണ് പോവുക? ഇപ്പോൾ രോഗികളാവൂലേ? അവന്മാരൊക്കെ അങ്ങ് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ചികിത്സക്ക് അങ്ങ് പോവും. ഞങ്ങളെപ്പോഴത്തെ പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞങ്ങളെ കൃഷി സ്വന്തം വീട്ടിൽ പച്ചക്കറിയല്ല, പച്ചക്കറി കൃഷി നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ 100 മിയ വല്ല അതാ സെയിം. ബാക്കി കുല്ലു വിഷം വല്ല ഫുലൂസാദി വിഷം അതെല്ലാം മന. പിന്നെ കുടിവെള്ളം കേരളത്തിൽ ഒഴിച്ചിട്ട് ഏത് സംസ്ഥാനത്താണ് ചൂടുവെള്ളം കുടിക്കുന്നത്? എല്ലാവരും പച്ചവെള്ളം കുടിക്കുന്നത്. ഡോക്ടർ പറയുന്നു വെള്ളം ചൂടാക്കിയിട്ട് തണുപ്പിച്ച് കുടിക്കുക. കാരണം വെള്ളം ചൂടാക്കിയിട്ട് അതിൽ നല്ല അണുക്കൾ നശിപ്പിച്ചിട്ട് കുടിക്കാൻ പറയുന്നു കള്ളന്മാർ ഡോക്ടർ. കാരണം എന്താ? രോഗികളുടെ പച്ചവെള്ളം കുടിച്ചാലോ രോഗങ്ങൾ കുറവാണ്. ഞാനിപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അമരാവതി, നാഗ്പൂർ, മുംബൈ, ഗുജറാത്തല്ല, കർണാടക, പഞ്ചാബ്, അങ്ങനെ തമിഴ്നാട് എല്ലാവരുടെയും കറങ്ങുന്നതാണ് ഞാൻ ഈ 6 മാസം ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട്. അവിടെ എവിടെയെങ്കിലും ഒരാൾ ചൂടുവെള്ളം കൊണ്ടാ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാണുകയില്ലടോ. കേരളത്തിലാണോ ചൂടുവെള്ളം കുടിക്കുന്നത്? ജനങ്ങളെ രോഗികളാക്കുന്ന ഡോക്ടർ ഒരു പനിയുണ്ടെങ്കിൽ ആ പനീൻ്റെ ഗുളികയും കൊടുക്കും, അതിൻ്റെ കൂടെ വേറൊരു ഗുളികയും കൊടുക്കും. ഈ ഗുളികയ്ക്ക് എന്തൊക്കെ എഫക്റ്റ് വരാതിരിക്കേണ്ടി. അങ്ങനെ ഞങ്ങളെ ഗുളിക കുടിപ്പിച്ച് നമ്മളെ കിഡ്നിയോ ലിവറും ഇതും എല്ലാം അടിച്ച് കൊല്ല്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഡോക്ടർമാരത് പോകുമ്പോൾ തന്നെ ഇപ്പം എനിക്ക് പേടിയാണ്. കാരണം അവർ നമ്മളെ കൊന്നുകളിയും രോഗികളാക്കും, സ്ഥിരം ഗുളിക കുടിക്കുന്ന രോഗികളാക്കും. അതുകൊണ്ട് ജാഗ്രത വലിക്കുക. കൊറോണക്കൊന്നും ആരും ഒരു പേടിയും പേടിക്കണ്ട, സപ്പോർട്ട് ചെയ്യാനുണ്ട്. പിന്നെ ഇടത് വരിക്കുന്നു വലത് വരിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുക ഇനി ആര് വരിക്കണം. അജ്ഗർ ബൈ സിറ്റി വില്ലേജ്